പശ്ചിമബംഗാളിൽ സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ചന്ദ്രനാഥ് രഥ് വെടിയേറ്റു മരിച്ചിരിക്കുന്നു. കൊൽക്കത്തയിൽ ഇരുചക്ര വാഹനത്തിലെത്തിയ ആക്രമികളാണ് ചന്ദ്രനാഥിനെ വെടിവെച്ച് വീഴ്ത്തിയത്. ആസൂത്രിത അക്രമമാണ് നടന്നതെന്നും ആരും നിയമം കയ്യിലെടുക്കരുതെന്നും സുവേന്ദു അധികാരി പ്രതികരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ചരിത്ര വിജയമാണ് ബംഗാളിൽ BJP നേടിയത്. ഈ ഫലം വന്നതിന് പുറമെ പശ്ചിമ ബംഗാളിൽ പല ജില്ലകളിലും വലിയ തോതിൽ സംഘർഷത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റിനെ വെടിവെച്ചു കൊല്ലുകയും ചെയ്തിരിക്കുന്നു. അങ്ങോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിറകെ പല സ്ഥലങ്ങളിലും അക്രമം, സംഘർഷം റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് കൊൽക്കത്തയിലും ഒപ്പം നോർത്ത് സൗത്ത് 24 പർഗാന, മുർഷിദാബാദ് തുടങ്ങിയിട്ടുള്ള മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ സംഘർഷം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സുവേന്ദു അധികാരിയുടെ നിലവിലെ പ്രതിപക്ഷ നേതാവും ഒപ്പം BJP സർക്കാർ രൂപീകരിക്കുമ്പോൾ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റിനെയാണ് വെടിവെച്ച് കൊന്നത്. ചന്ദ്രനാഥ് രഥ് ആണ് മധ്യഗ്രാമിൽ ഉണ്ടായിട്ടുള്ള അക്രമത്തിൽ കൊല്ലപ്പെട്ടത്. ചന്ദ്രനാഥ് സഞ്ചരിച്ചിരുന്ന വാഹനം അക്രമികൾ തടഞ്ഞു നിർത്തി വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു. ഒപ്പം ഈ കാറിലെ ഡ്രൈവർക്കും വെടിവെപ്പിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ നിലവിൽ അറിയിച്ചത്. ഇതിൽ ഇന്നലെ രാത്രി തന്നെ ആശുപത്രിയിൽ സുവേന്ദു അധികാരി എത്തിയിരുന്നു. അദ്ദേഹം മാധ്യമങ്ങളോട് ഉൾപ്പെടെ പ്രതികരിച്ചത് ഇത് ആസൂത്രിത അക്രമമാണ് നടന്നിട്ടുള്ളത്. BJP പ്രവർത്തകർ അല്ലെങ്കിൽ BJPയുടെ വിജയത്തിനു വേണ്ടി പ്രവർത്തിച്ചവരെ ഇല്ലാതാക്കാൻ തൃണമൂൽ കോൺഗ്രസ് ശ്രമിക്കുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥരുമായും ഒപ്പം BJPയുടെ കേന്ദ്ര നേതൃത്വവുമായി സംസാരിച്ചിട്ടുണ്ട്. ആരും നിയമം കയ്യിലെടുക്കരുത് എന്ന പ്രതികരണമാണ് സുവേന്ദു അധികാരി നടത്തിയത്. തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പുറകെ വ്യാപക അക്രമത്തിൽ അതിൽ തൃണമൂൽ കോൺഗ്രസ് BJPയെ കുറ്റപ്പെടുത്തുകയും BJP തൃണമൂൽ കോൺഗ്രസിനെയും കുറ്റപ്പെടുത്തി പ്രതികരണം നടത്തിയിരുന്നു. അതായത് BJPക്കാരല്ലാത്ത ആളുകൾ BJPക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട്, അതായത് തൃണമൂൽ ഗുണ്ടകൾ BJP വേഷം കെട്ടി അക്രമം വഴിച്ചുവിടുന്നു എന്ന പ്രസ്താവനയായിരുന്നു കഴിഞ്ഞ ദിവസവും സുവേന്ദു അധികാരി നടത്തിയിട്ടുള്ളത്. നിരവധി ആളുകൾക്ക് ഇത്തരത്തിൽ മുർഷിദാബാദിലും 24 പർഗാന, കൊൽക്കത്ത മേഖലകളിൽ നടന്നിട്ടുള്ള അക്രമത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലാണ് സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് തന്നെ ചന്ദ്രനാഥ് രഥ് എന്നയാൾ വെടിയേറ്റ് മരിച്ചത്. ഇയാൾ കഴിഞ്ഞ 10 വർഷത്തിലധികമായി സുവേന്ദു അധികാരിക്കൊപ്പമുള്ള തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും ഒപ്പം സുവേന്ദു അധികാരിയുടെ രാഷ്ട്രീയ പ്രവർത്തനവുമെല്ലാം ഏകോപിപ്പിക്കുന്ന വ്യക്തിയാണ്. തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ സംഘർഷങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ട് പോലീസ് നൽകിയിട്ടുണ്ട്. ഒപ്പം ബംഗാളിൽ രാഷ്ട്രീയ ചിത്രം കൂടി പരിശോധിക്കുമ്പോൾ അവിടെ രാജിവെക്കില്ല എന്ന കടുത്ത വാശിയിൽ തുടരുകയാണ് ഇപ്പോഴും മമതാ ബാനർജി ഉള്ളത്. തോൽവി അംഗീകരിക്കില്ലെന്നും വേണമെങ്കിൽ തന്നെ ഗവർണർ പുറത്താക്കട്ടെ എന്ന നിലപാടാണ്, എന്ന പ്രതികരണമാണ് മമതാ ബാനർജി നടത്തിയിട്ടുള്ളത്. രാജിവെക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ നിയമസഭ പിരിച്ചുവിട്ടതിന് ശേഷം മുഖ്യമന്ത്രിയെ പുറത്താക്കാനുള്ള അവകാശം ഗവർണർക്കുണ്ട്. ആ അവകാശം ഉപയോഗിച്ചുകൊണ്ട് ഗവർണർ മമതാ ബാനർജിയെ പുറത്താക്കുമെന്നാണ് നോക്കിക്കാണേണ്ടത്. ഏതായാലും ഈ മാസം 9-ന് സത്യപ്രതിജ്ഞ ഉണ്ടാകും എന്ന കാര്യം ഇതിനോടകം BJP പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാനുള്ള യോഗം നാളെ ചേരും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിൽ മാറ്റം. ശരി, വിഷ്ണുവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ബംഗാളിൽ പല ജില്ലകളിലും അക്രമങ്ങൾ അഴിച്ചുവിട്ടിരിക്കുകയാണ്. മമതാ ബാനർജി ഏതായാലും അധികാര കസേര ഒഴിഞ്ഞുകൊടുക്കാൻ തയ്യാറായിട്ടില്ല. ആ തോൽവി അങ്ങ് അംഗീകരിക്കാൻ ഇപ്പോഴും അങ്ങ് അവരുടെ മനസ്സ് തയ്യാറായിട്ടില്ല. ഇനിയിപ്പോൾ BJPക്ക് നിയമപരമായി മുന്നോട്ട് പോവുക, അതുതന്നെയാണ് BJPയുടെ തീരുമാനം എന്നാണ് അറിയാനാവുന്നത്.